പറഞ്ഞു. ദേവിയുടെ കേശാദിപാദം വർണ്ണിച്ചു. ദേവിയുടെ എവിടെയാണ് ദേവി ഇരിക്കുന്നതെന്നും വീട്ടുപേരെന്നും പറഞ്ഞു. ദേവി ഭർത്താവായ കാമേശ്വരനൊപ്പമാണ് എപ്പോഴും എന്ന് പറഞ്ഞു. ദേവിയെ പ്രാർത്ഥിക്കുന്ന ഭക്തൻ എല്ലാവിധത്തിലുള്ള കാമദായിനിയായിരിക്കുന്ന ദേവിയാണെന്ന് പറഞ്ഞു. ദേവർഷികളാൽ പൂജിക്കപ്പെടുന്ന ദേവിയാണെന്ന് പറഞ്ഞു. ഒരു കഥ പഠിക്കുന്ന പോലെ നമ്മൾ പഠിച്ചു വരണം. ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകണം. ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ അങ്ങനെ വർണ്ണിച്ച് നമ്മൾ പോകണം. അടുത്തത് പറയുന്നത് എന്തിനാ ദേവി വന്നത്? ഭണ്ഡാസുരനെ വധിക്കാനാണ്. ഇനി അതാണ് പറയുന്നത്. ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ഭണ്ഡാസുരനെ വധിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ശക്തിസേനയുമായി ദേവി തയ്യാറാവുകയാണ്. ദേവിയുടെ സൈന്യത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്നാണ് അടുത്തത് പറഞ്ഞത്. സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. അല്ലെ, സിന്ധുരവ്രജ സേവിത, ആനക്കൂട്ടത്തിന്റെ ഒരു സേന, ആനപ്പട. അതിനെ സമ്പൽക്കരി എന്ന ദേവി നയിക്കുന്നു. അശ്വാരൂഢാദ